Hi friends, Assalamualaikum. നമസ്കാരം, വെൽക്കം ബാക്ക് ടു ജന്നത്ത്. എന്തൊക്കെ വെറൈറ്റി ഫുഡ് വന്നാലും നമ്മുടെ ബിരിയാണി വിട്ടിട്ടുള്ള ഒരു കളിക്ക് നമ്മളില്ല. നല്ല കുഴഞ്ഞ ബിരിയാണി, അത് എത്ര കഴിച്ചാലും നമുക്ക് മടുക്കാറില്ല. അപ്പോൾ നല്ല ഐക്കൂറ മീൻ ബിരിയാണി വെച്ചാലോ പറയുകയും വേണ്ട. മീൻ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അതിങ്ങനെ മസാലയിലൊക്കെ കുഴഞ്ഞ് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിന് നല്ല നീളം കൂടിയ അരി തന്നെയാണ് ബെസ്റ്റ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ മീൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ മീനിവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാധാരണ മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ഇട്ടിട്ട് ആണ് മാരിനേറ്റ് ചെയ്തിട്ടുള്ളത്. അത് ഞാനൊരു ഹാഫ് അവർ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ആ മീനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഈ മീനെ പറയുന്നത് ചെമ്പാൻ എന്നാണ്. അപ്പോൾ ഐക്കൂറ, നെയ്മീൻ, അങ്ങനെ പല പേരിലുണ്ട്. അപ്പോൾ ഈ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നല്ല സോഫ്റ്റ് മീനാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്നത് പൊടിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഈ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള അരി കഴുകി വെക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 5 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. ഇത് ആലിബാബ ബസ്മതി റൈസാണ്, നല്ല നീളം കൂടിയ അരി തന്നെയാണ്. ഇത് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂർ സോക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മുടെ മീൻ 1 സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി മറ്റേ സൈഡും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മറിച്ചിടുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് മറിച്ചിടുക, ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇത് പൊടിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ മീൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഓയിലിൽ നിന്ന് മാറ്റാം. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുത്താലേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള മീനും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ മീൻ ഫ്രൈ ആവുന്ന നേരം കൊണ്ട് നമുക്ക് റൈസിനുള്ള പരിപാടികൾ ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ അരി വേവിക്കാനുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഏലക്കായ ഇട്ട് കൊടുക്കുകയാണ്. 2 തക്കോല ഇട്ട് കൊടുക്കാം, കറുവപ്പട്ട, പിന്നെ കുറച്ച് ഗ്രാമ്പു. ഇനി നമുക്കിത് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് കഴുകി വെച്ച അരി ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് RKG ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ അരി ഇവിടെ ഓൾമോസ്റ്റ് കുക്കായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും പുതിനയില ആഡ് ചെയ്യുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ കിട്ടും റൈസിന്. അത് ലാസ്റ്റ് ടൈമിൽ നമ്മൾ ആഡ് ചെയ്താൽ മതി. നമ്മുടെ റൈസ് കുക്കായി വന്നിട്ടുണ്ട്. ഒരു 3/4 വേവാണ് നമുക്ക് വേണ്ടത്. ഇനി ഇത് വെള്ളമൊക്കെ ഡ്രൈൻ ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് മസാല ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത ബാക്കി ഓയിലില്ലേ, ആ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് കൂടുതൽ ഒരു ഫിഷിൻ്റെ ഫ്ലേവർ കിട്ടും നമുക്ക്. അപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. നല്ല പോലെ വഴറ്റിയെടുക്കണം. നല്ല ബ്രൗൺ കളറായിട്ട് വരണം, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ അത് കരിയാതെ പെട്ടെന്ന് നമുക്ക് വഴന്ന് കിട്ടും. ഇതിലേക്ക് ഞാൻ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ 3 എടുത്തുള്ളത്. അപ്പോൾ നന്നായിട്ട് നമ്മുടെ സവാള വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം.
പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം. തക്കാളിയൊക്കെ ഉടഞ്ഞ് വരണം. ഇപ്പോൾ തക്കാളിയൊക്കെ ഏകദേശം ഉടഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി മസാല ചേർക്കാം. ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, മുളക് പൊടി, പിന്നെ ഞാൻ ആഡ് ചെയ്യുന്നത് ഫിഷ് മസാലയാണ്. ഈ 3 പൊടികൾ മാത്രമേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. ഇനി ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയില അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടിയാൽ മതി. കുരുമുളക് ഇടണ്ട. കുരുമുളക് ഇട്ടാൽ ഒരു വേറെ തരം ഒരു ടേസ്റ്റാണ് വരിക. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബിരിയാണി ഉണ്ടാക്കുമ്പോൾ തൈര് ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കൊരു ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ്. ഇതൊന്ന് ചെറിയ മീഡിയത്തിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. മസാല ഒക്കെ നല്ല പാകമായി വന്നിട്ടുണ്ട്. നമുക്കിനി ഫിഷ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. ഇത് മിക്സ് ചെയ്യുമ്പോൾ മീൻ ഉടഞ്ഞു പോകാതെ മിക്സ് ചെയ്തെടുക്കണം. വളരെ ജെൻറ്റിലായിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ. ഇതൊരു 5 മിനിറ്റ് ഞാൻ കുക്ക് ചെയ്യുന്നുണ്ട്. ആ മസാലയൊക്കെ ശരിക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു ദമ്മിടാൻ ഞാൻ ബിരിയാണി ചെമ്പ് എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് റൈസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മസാല പെട്ടെന്ന് അടി പിടിക്കില്ല. ഇനി നമുക്ക് നമ്മുടെ ഫിഷ് മസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫിഷൊക്കെ സെൻറ്ററിലായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മളിത് കോരി എടുക്കുമ്പോൾ മീൻ ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മുമ്പൊരു ചിക്കൻ ബിരിയാണി ഇട്ടിരുന്നു. എൻ്റെ മാസ്റ്റർ പീസാണ് ചിക്കൻ ബിരിയാണി. അപ്പോൾ അത് വേറെ രീതിയിലാണ് നമ്മൾ ചെയ്തത്. ഇതിപ്പോൾ ലെയറായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ റൈസ് ഇട്ട് കൊടുക്കാം. ഇനി റൈസിന് മുകളിൽ ഞാൻ RKG യൂസ് ചെയ്യുന്നുണ്ട്. സാധാരണ ഞാൻ മിൽമയാണ് യൂസ് ചെയ്യാറ്. പക്ഷേ RKG ഒരു വേറൊരു ഫ്ലേവറാണ്. ഇനി അതിന് മുകളിൽ നമുക്ക് മല്ലിയിലയും പുതിനയിലയും ഇടാം. വീണ്ടും അതിന് മുകളിൽ നമുക്ക് ഈ ഫിഷ് മസാല വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന് മുകളിൽ ബാക്കിയുള്ള റൈസും കൂടി ഇട്ട് കൊടുക്കാം. വീണ്ടും RKG നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക്
നമുക്ക് മല്ലിയിലയും പുതിനയിലും ഇടാം. അപ്പോൾ ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നും ഉപയോഗിച്ചിട്ടില്ല. അല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ബിരിയാണി. ഇത് കവർ ചെയ്തിട്ട് നമുക്കൊരു വെയിറ്റ് വെച്ച് കൊടുക്കാം. ഇപ്പോൾ അരമണിക്കൂറിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുകയാണ്. ബിരിയാണി നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. മസാലയിലൊക്കെ കുഴഞ്ഞ് മീൻ നല്ല കാണാൻ തന്നെ കണ്ടില്ലേ, അടിപൊളിയാണ്. ടേസ്റ്റും അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു റെസിപ്പിയായി കാണുന്നത് വരെ ബൈ ബൈ, സ്റ്റേ സേഫ്.